BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ പ്രവർത്തനം ആരംഭിക്കാൻ UDF. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ജില്ലകളിലേക്ക് പോകും. തദ്ദേശ ഫലം വിലയിരുത്താനും നിയമസഭാ ഒരുക്കം നോക്കാനുമാണ് സന്ദർശനം. സ്ഥിതി വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കും. റിപ്പോർട്ട് ബത്തേരിയിലെ KPCC ക്യാമ്പിൽ അവതരിപ്പിക്കും. ക്യാമ്പ് ജനുവരി 4-5 തീയതികളിൽ നടക്കും. മുൻനിര നേതാക്കളായിരിക്കും ജില്ലകളിൽ സന്ദർശനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. മണ്ഡലങ്ങളെ 3ആയി തിരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് UDF ഒരുങ്ങുന്നതെന്നാണ് വിവരം. ഉറപ്പായും ജയിക്കുന്ന സീറ്റുകൾ, ശക്തമായി പ്രവർത്തിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന സീറ്റുകൾ, സാധ്യത കുറഞ്ഞ സീറ്റുകൾ എന്നിങ്ങനെ മണ്ഡലങ്ങളെ തരം തിരിക്കാനാണ് നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് LDFിനേക്കാൾ 5.36% വോട്ടാണ് കൂടുതൽ കിട്ടിയത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരമാണിത്. കേരള കോൺഗ്രസ് M വിഭാഗത്തെ മുന്നണിയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ UDFിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. മുസ്ലിം ലീഗും KPCCയിലെ ഒരു വിഭാഗവും മാണി ഗ്രൂപ്പിനോട് അനുകൂല നിലപാട് പുലർത്തുമ്പോൾ PJ ജോസഫും കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കളും ഇതിനെ ശക്തമായി എതിർക്കുന്നു. അതേസമയം ശ്രേയാംസ് കുമാറിന്റെ സോഷ്യലിസ്റ്റ് ജനതയെ മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടായേക്കും. PV അൻവർ, CK ജാനു എന്നിവരെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യവും പരിഗണിക്കും. സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാനാണ് UDFിന്റെ തീരുമാനം. കഴിഞ്ഞ തവണത്തെ സീറ്റ് വിഭജന രീതി പിന്തുടരാനാണ് ആലോചനയെങ്കിലും CMB, കേരള കോൺഗ്രസ് ജേക്കബ് തുടങ്ങിയ കക്ഷികൾ കൂടുതൽ സീറ്റുകൾക്കായി സമ്മർദ്ദം ചെലുത്തിയേക്കും. മണ്ഡലങ്ങളെ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ച് പ്രത്യേക തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് ബില്ല്, ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി സർക്കാരിനെതിരായ സമരം ശക്തമാക്കാനും UDF ലക്ഷ്യമിടുന്നു. വിപുലീകരിക്കാതെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം UDFിനുണ്ട്. കേരള കോൺഗ്രസ് മാണിയെ മുന്നണിയിൽ എടുക്കുന്നതിനെ PJ ജോസഫ് അംഗീകരിക്കില്ല. എന്നാൽ ശ്രേയാംസ് കുമാറിന്റെ സോഷ്യലിസ്റ്റ് ജനതയോട് അനുകൂല തീരുമാനം അറിയിക്കും. മാണി വിഭാഗത്തെ കൊണ്ടുവരുന്നതിനോട് മുസ്ലിം ലീഗിന് താല്പര്യമുണ്ട്. ഭരണം നേടാമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിലും മികച്ച ഭൂരിപക്ഷം ഉറപ്പിക്കാൻ പരമാവധി കക്ഷികളെ ഒപ്പം കൂട്ടണമെന്നാണ് ലീഗിന്റെ നിലപാട്. KPCCയും ഇതേ അഭിപ്രായത്തിലാണ്. കേരള കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കുന്നതിനോട് കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കൾക്കും താല്പര്യമില്ല. എന്നാൽ ഏതെങ്കിലും പാർട്ടിയുടെ പിന്നാലെ പോകേണ്ട സാഹചര്യമില്ല. മുന്നണിയുടെ സന്തുലിതാവസ്ഥ തകർക്കും വിധമുള്ള കൂട്ടിച്ചേർക്കലും ഉണ്ടാവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് LDFിനേക്കാൾ 5.36% വോട്ടാണ് കൂടുതൽ കിട്ടിയത്. ഈ സാഹചര്യം വലിയ വിജയം UDFന് നിയമസഭയിൽ നൽകുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.